بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളിൽ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത് അൽ ഹൈ, അസ്സിത്തീർ എന്നീ രണ്ട് പേരുകളാണ്. അൽ ഹൈ, അസ്സിത്തീർ. അള്ളാഹുവിൻ്റെ അൽ ഹൈ എന്ന പേരല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, മറിച്ച് അൽ ഹൈ എന്ന പേരാണ്. അൽ ഹൈ എന്ന ആയത്തുൽ കുർസിയിലുള്ള പേര് അത് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ഇത് അൽ ഹൈ അഥവാ ഹാന് ശേഷം കെസ്റുള്ള യാ ആണ്, പിന്നെ വീണ്ടും ഷദ്ദോടെയുള്ള യാ. അൽ ഹൈ അഥവാ ഹയാ ഉള്ളവൻ. അള്ളാഹുവിൻ്റെ ഹയാ എന്ന സിഫത്ത് അടങ്ങിയിട്ടുള്ള പേരാണ് അൽ ഹൈ. രണ്ടാമത്തേത് അസ്സിത്തീർ. നോക്കൂ, അൽ ഹൈ എന്ന റബ്ബിൻ്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാം. ഒന്ന് യഅല ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഉദ്ധരിച്ച ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, أن رسول الله صلى الله عليه وسلم رأى رجلا يغتسل بالبراز بلا إزار. رسول الله صلى الله عليه وسلم ഒരാൾ ഒരു തുറന്ന സ്ഥലത്ത് ഉടുമുണ്ട് ഉടുക്കാതെ കുളിക്കുന്നത് കണ്ടു. فصعد المنبر. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി. فحمد الله وأثنى عليه. അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്തു. ثم قال. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സിത്ര فإذا اغتسل أحدكم فليستتر. ഇന്നല്ലാഹ അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഹയ്യുൻ, അവൻ ലജ്ജയുള്ളവനാണ്. സിത്തീറുൻ, സിത്തീർ ഇൻഷാ അല്ലാഹ് പേരിൻ്റെ വിശദീകരണം നമ്മൾ പറയുന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ മറയിടുന്നവനാണ്. യുഹിബ്ബുൽ ഹയാഅ വസ്സിത്ര, അള്ളാഹു ലജ്ജയും അതുപോലെ മറ സ്വീകരിക്കുന്നതും ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ലജ്ജ ഇഷ്ടപ്പെടുന്നു, മറ സ്വീകരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഫഇദ ഇഗ്തസല അഹദുകും ഫൽയസ്തതിർ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ ഫൽയസ്തതിർ, അവൻ മറ സ്വീകരിച്ചു കൊള്ളട്ടെ. ഇങ്ങനെ പരസ്യമായ ആളുകൾ കാണുക ഔറത്ത് കാണിച്ചുകൊണ്ട് കുളിക്കുക എന്നത് പാടില്ലാത്തതാണ്. ഈ ഹദീസിൽ ഹൈ എന്ന അള്ളാഹുവിൻ്റെ പേര് വന്നിട്ടുണ്ട്, അതുപോലെ സിത്തീറും വന്നിട്ടുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറഞ്ഞത് എന്താണ്? ഒരാൾ ഔറത്ത് മറക്കാതെ കുളിക്കുന്നത് വെളിവായ സ്ഥലത്ത് ആളുകൾക്ക് കാണുന്നിടത്ത് കുളിക്കുന്നതാണ് കണ്ടത്. ആളുകൾ കാണുന്നില്ലെങ്കിൽ നഗ്നനായി കുളിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അയ്യൂബ് അലൈഹിസ്സലാം ആ രൂപത്തിൽ കുളിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സഹീഹിൽ അങ്ങനെ കുളിക്കുന്നതിന് തെളിവായി ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുമുണ്ട്. അയ്യൂബ് അലൈഹിസ്സലാം അങ്ങനെ കുളിക്കവേ, ഉറിയാനായി കുളിക്കവേ, വസ്ത്രമെടുക്കാതെ കുളിക്കവെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല രോഗം മാറ്റുന്ന ആ സംഭവം ഉണ്ടായത്. സ്വർണത്തിൻ്റെ ഒരു ജറാത്ത്, ഒരു പക്ഷി, അത് അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ അരികിൽ വന്നു വീണു. അയ്യൂബ് അലൈഹിസ്സലാം അതിനെ പിടിക്കാൻ ശ്രമിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഞാൻ താങ്കൾക്ക് നൽകിയത് അത് ഇതിനേക്കാൾ നല്ലതല്ലേ? അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, അതെ റബ്ബേ, പക്ഷേ ലാ ഗിന ബിഅൻ ബറകതിക്,
നീ നൽകിയ ബറക്കത്ത് അതിന് ഞാൻ എപ്പോഴും ആവശ്യക്കാരനാണ് എന്ന് പറഞ്ഞ അയ്യൂബ് അലൈഹിസ്സലാം അത് ആ സ്വർണത്തിൻ്റെ പക്ഷിയെ അതിനെ അയ്യൂബ് അലൈഹിസ്സലാം പിടിച്ചു വെച്ചു എന്നാണ്. അപ്പോൾ ആ ഹദീസ് തെളിവാണ്. ഒരാൾക്ക് ആരും കാണുന്ന അവസ്ഥയിലല്ല എങ്കിൽ ഒരാൾക്ക് വസ്ത്രം പൂർണ്ണമായി അഴിച്ചുകൊണ്ട് കുളിക്കാം. വസ്ത്രം പരിപൂർണമായി അഴിക്കുക എന്നത് ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ. ആവശ്യമില്ലാത്ത സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല അത് ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അനാവശ്യമായി ഔറത്ത് വെളിവാക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളതാണ്. എന്നാൽ ആവശ്യത്തിന് അനുസരിച്ച് അതിൻ്റെ സമയം എത്രയാണോ ആ സമയത്ത് ഒരാൾക്ക് വസ്ത്രം പൂർണ്ണമായി ഒഴിവാക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് അന്യർ കാണുന്ന അവസ്ഥയിലായിരിക്കാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പാഠം ഈ ഹദീസിലുള്ളത്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരാൾ കുളിക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ പേരെടുത്ത് പറഞ്ഞ് പരസ്യമായി ആ കാര്യം പറഞ്ഞില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ആ കാര്യം പറഞ്ഞു കൊടുത്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലിയായിരുന്നു. അവിടുന്ന് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും തെറ്റായ കാര്യം കണ്ടാൽ അവിടുത്തെ പൊതുവെയുള്ള ശൈലി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുവെയുള്ള ശൈലി ഇങ്ങനെ പറയലാണ്. അവിടുന്ന് മെമ്പറിലേക്ക് കയറും, മബാലു അഖ്വാമിൻ, എന്താണ് ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആളുകളെ പ്രത്യേകമായി അവരുടെ പേരെടുത്ത് പറയാതെ, ആളുകളെ പ്രത്യേകമായി പേരെടുത്ത് പറയണമെങ്കിൽ അതിന് തക്കതായ അത് ആണവിടെ ഫലപ്രദമാവുക എന്ന നിലക്ക് റാജിഹായ ഒരു മസ്ലഹത്ത്, അഥവാ അത് പറഞ്ഞതുകൊണ്ട് ഗുണമുണ്ടാകുന്ന അതിൻ്റെ നിബന്ധനകളൊക്കുന്ന അവസ്ഥ വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ പൊതുവെ നല്ല ശൈലി എന്താണ്? കാര്യം പറയുക എന്നതാണ്. കാര്യം പറയുക, ആളുകളുടെ പേരെടുത്തു പറയാതിരിക്കുക എന്നതാണ് പൊതുവേ ഉള്ള ശൈലിയും. ആളുകൾ കാര്യം വേഗം ഗ്രഹിക്കാനും മനസ്സിലാക്കാനുമുള്ള ശൈലിയും അതാണ്. എന്നു മാത്രമല്ല, പൊതുവായ ശൈലി പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്? കേൾക്കുന്ന എല്ലാവർക്കും, വിദൂര ദേശങ്ങളിൽ നിന്ന് കേൾക്കുന്നവർക്കും പിൽക്കാലത്ത് അത് അറിയുന്നവർക്കുമൊക്കെ അത് പ്രയോജനപ്പെടും. അല്ലെങ്കിൽ പലരും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കും ഇത് അയാൾക്ക് മാത്രമുള്ളതാണ് എന്ന്. ആരുടെ പേരാണ് പറഞ്ഞത്? അയാൾക്ക് മാത്രമുള്ളതാണ് എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കും. എന്ന് മാത്രമല്ല, ആ പറയപ്പെട്ട ആളുടെ പിൻഗാമികൾ, അവരുടെ ബന്ധുക്കൾ പോലെയുള്ള ആളുകൾക്കത് പ്രയാസമുണ്ടാക്കും. ഇങ്ങനെ പല ദൂഷ്യങ്ങൾ പേരെടുത്തു പറയുന്നതിലുണ്ട്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പേരെടുത്തു പറയുക എന്നത് വേണ്ടിവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ തന്നെ അതിന് ഉദാഹരണമുണ്ട്. പക്ഷെ പൊതുവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി ഇതാണ്. പേരെടുത്ത് പറയുന്നതിൽ, വിമർശിക്കുന്നതിൽ പൊതുവെ ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും അവരുടെ ഹബ്ബുൻ നഫ്സ്, അവരുടെ സ്വന്തം ചില ഇച്ഛകളുമൊക്കെ അതിൽ കടന്നു വരാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് വിമർശനം ഉന്നയിക്കുമ്പോൾ, ഖണ്ഡനങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിക പ്രബോധകർ ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയാണ് പരമാവധി എന്തു ചെയ്യുക? പേരെടുത്ത് പറയാതിരിക്കുക എന്നത്. അതിൽ റാജിഹായ ഒരു മസ്ലഹത്ത്, നേരത്തെ പറഞ്ഞതുപോലെ മതപരമായൊരു നന്മയും അതുപോലെ സ്വന്തം താല്പര്യങ്ങളില്ലാതിരിക്കലും അതിൻ്റെ നിബന്ധനകൾ ഒത്തുവരികയും ചെയ്യുമ്പോഴാണ് പേരെടുത്ത് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സിത്ർ ഫഇദാ ഇഗ്തസല അഹദുകും ഫലിയസ്തതിർ. അല്ലെങ്കിൽ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? മറ സ്വീകരിക്കട്ടെ. ഇതുപോലെയാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ബരീറ എന്നു പേരുള്ള ഒരടിമ സ്ത്രീയെ മോചിപ്പിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ പണം കൊടുത്ത സംഭവം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തൻ്റെ സഹീഹിൽ ധാരാളം തവണ, 40ഓളം തവണ ആവർത്തിച്ച് ഉദ്ധരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏതാണ്ട് അത്രയും തവണ ആവർത്തിച്ച് സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ധാരാളം ഗുണപാഠങ്ങളുള്ള ഒരു സംഭവം. ബരീറ റളിയല്ലാഹു അൻഹ എന്ന ഒരടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ഉടമസ്ഥർ കിതാബത്ത് നടത്തി. ഇതാണ് കിതാബത്ത് എന്നാൽ, അടിമകൾ അവരുടെ ഉടമസ്ഥരുമായി ഒരു ഇടപാടിലേർപ്പെടലാണ് കിതാബത്ത്. വല്ലദീന യബ്തഗൂനൽ സൂറത്തു നൂറിൽ അള്ളാഹു അത് പരാമർശിച്ചിട്ടുണ്ട്. ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറ എന്ന് പറഞ്ഞുകൊണ്ട്, അടിമകളിൽ നിങ്ങൾ കിതാബത്ത് ഉദ്ദേശിക്കുന്നവർ, നിങ്ങൾ അവരിൽ ഖൈർ കാണുകയാണെങ്കിൽ നിങ്ങൾ അവരിൽ കിതാബത്ത് നടത്തുക. എന്നാൽ കിതാബത്ത് എന്നാൽ അടിമ ഉടമസ്ഥനുമായി കരാറുണ്ടാക്കും. അഥവാ ഇത്ര എന്നൊരു തുക ഞാൻ നിങ്ങൾക്ക് തരാം,
ഉടമ പറയും, ശരി, അത്രയും തുക നീ എനിക്ക് തന്നാൽ നീ സ്വതന്ത്രനാണ്. അങ്ങനെ പറഞ്ഞ് സ്വതന്ത്രനാക്കുന്ന ഒരു രീതിയുണ്ട്. ബരീറ ഇതുപോലെ അവരുടെ ഉടമസ്ഥർ അവരുമായി കരാറുണ്ടാക്കി. പക്ഷെ അവർക്ക് കൊടുത്തു വിട്ടാനുള്ള തുക അത് പ്രയാസമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ അരികിലേക്ക് ബരീറ വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ കിതാബത്തിൽ നിങ്ങൾ സഹായിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ശരി, സഹായിക്കാം, പക്ഷേ നിന്റെ വലാ എനിക്കായിരിക്കണം. വലാ എന്നാൽ വലാ ആർക്കാണോ അവർക്കാണ് ഇവർ മരിച്ചാൽ അനന്തര സ്വത്ത് ലഭിക്കുക. നിന്റെ വലാ എനിക്ക് വേണം എന്ന് പറയും. അത് മറ്റുള്ള അനന്തരാവകാശികളില്ലെങ്കിൽ അവരുടെ സ്വത്ത് വലാ ആർക്കാണ് അവർക്കാണ് ലഭിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വലാ എനിക്ക് വേണം, പക്ഷേ അവരുടെ ഉടമസ്ഥർ പറഞ്ഞു, ആയിഷ വേണമെങ്കിൽ സഹായിച്ചോട്ടെ, പക്ഷെ വലാ ഞങ്ങൾക്കാണ് എന്നവർ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മിമ്പറിൽ കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം പറഞ്ഞപ്പോൾ മിമ്പറിൽ കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മബാലു അഖ്വാമിൻ, എന്താണ് ചില ആളുകളുടെ സ്ഥിതി? യശ്തരിതൂന ശുറൂതൻ ലൈസ ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിലില്ലാത്ത പല നിബന്ധനകളും അവർ വെക്കുന്നു. അള്ളാഹുവിൻ്റെ കിതാബില്ലാത്തതെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ നിയമത്തിലില്ലാത്തത് എന്നാണ്. അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള നിയമത്തിലില്ലാത്ത പല നിബന്ധനകളും അവർ വെക്കുന്നു. കുല്ലു ശർത്തിൻ ലൈസ ഫീ കിതാബില്ലാഹി ഫഹുവ ബാത്തിൽ, അള്ളാഹുവിൻ്റെ മതനിയമത്തിലില്ലാത്ത നിബന്ധനകളെല്ലാം ബാത്തിലാണ്, വ്യർത്ഥമാണ്. വലവിഷ്തറതു മിഅത ശർത്തിൻ, അവർ 100 ഷർത്ത് വെച്ചാലും ഇന്നമൽ വലാഉ ലിമൻ ആതഖ്, ആരാണോ മോചിപ്പിച്ചത് അടിമയെ അവർക്കാണ് വല. അപ്പോൾ ആർക്കാണ് വല? ആയിഷ റളിയല്ലാഹു അൻഹക്കാണ് വല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മതനിയമം ആ സന്ദർഭത്തിൽ മിമ്പറിൽ കയറി ജനങ്ങളെ പഠിപ്പിച്ചു. പക്ഷെ എന്തു പറഞ്ഞില്ല? ഇന്ന ആളുകൾ എന്ന് പറഞ്ഞവരുടെ പേരൊന്നും പറഞ്ഞില്ല. മബാലു അഖ്വാം, എന്താണ് ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കാര്യം ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. അവിടെ ഹക്ക് ആയിഷ റളിയല്ലാഹു അൻഹക്ക് അനുകൂലമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയ്ക്ക് അനുകൂലമാണ്. അതുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടിച്ചത് പറയാതിരുന്നിട്ടില്ല. അത് പറയേണ്ട സന്ദർഭമാണ്, മതനിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുക തന്നെ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. ബരീറയുമായി ബന്ധപ്പെട്ട് ധാരാളം ഗുണപാഠങ്ങൾ ബരീറയുടെ ഹദീസുമായി ബന്ധപ്പെട്ടുണ്ട്, ഈ കഥയുമായി ഉണ്ട്. അങ്ങനെ അവർ മോചിതയാകും. മോചിതയായപ്പോൾ എന്താണ് സംഭവിച്ചത്? അവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, മുഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കറുത്ത ഒരു അടിമയായിരുന്ന ആളാണ്. അപ്പൊ ഭാര്യയും ഭർത്താവും നേരത്തെ അടിമകളായിരുന്നു. അങ്ങനെ അടിമകളായിരുന്നതിൽ ഈ ഭാര്യ മോചിപ്പിക്കപ്പെട്ടു. അപ്പോഴുള്ള നിയമം എന്താണ്? അപ്പോഴുള്ള നിയമം, പിന്നെ ഈ വിവാഹബന്ധം തുടരണോ വേണ്ടേ എന്ന് അവൾക്ക് തീരുമാനിക്കാം, അവസരമുണ്ട്. അപ്പോൾ ബരീറ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, എനിക്ക് ഇനി ഭർത്താവിന് വേണ്ടതില്ല, മുഗീസിനെ വേണ്ടതില്ല എന്ന് അവർ പറഞ്ഞു. അവർക്കിഷ്ടമല്ല. മുഗീസ് എന്താണ് ചെയ്യുന്നത്? കരഞ്ഞുകൊണ്ട്, താടി നനയവേ കരഞ്ഞുകൊണ്ട് ബരീറയുടെ പിന്നാലെ നടക്കുകയാണ്. നീ അങ്ങനെ എന്നെ ഒഴിവാക്കരുത്, സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഗീസിന് വേണ്ടി ബരീറയോട് ശുപാർശ പറഞ്ഞു, സ്വീകരിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ബരീറ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ അതഅമുർ, താങ്കൾ കൽപ്പിക്കുകയാണോ? നബിയുടെ കൽപ്പനയാണോ ഇത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന അശ്ഫ, അല്ല, ഇത് ഞാനൊരു ശുപാർശ പറയുക മാത്രമാണ്, ഒരു റെക്കമെൻഡേഷൻ മാത്രമാണ്. അപ്പോൾ ബരീറ പറഞ്ഞു, എന്നാൽ നബി എനിക്ക് വേണ്ടതില്ല, എനിക്ക് വേണ്ടതില്ല എന്നവർ പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ബാസ്, ഓ അബ്ബാസ്, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ബരീറയോട് മുഗീസിനുള്ള സ്നേഹവും ബരീറക്ക് മുഗീസിനോടുള്ള വെറുപ്പും കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? കാരണം അത് അജബായ ഒരു സംഗതിയാണ്. ഒരാൾക്ക് ഇങ്ങനെ ഇങ്ങോട്ട് സ്നേഹം ഉണ്ടാകുമ്പോൾ തിരിച്ച് സ്നേഹം തോന്നുക എന്നതാണ് പൊതുവേ സ്വാഭാവികമായി ഉണ്ടാവുക. പക്ഷെ അവർക്ക് എങ്ങനെയും ഇദ്ദേഹത്തെ ഇഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ആ മഹബത്തിന് വേണ്ടി, ആ ശറഈന് യോജിച്ച മഹബത്തിന് വേണ്ടി അവരോട് ശുപാർശ പറഞ്ഞു. പക്ഷേ അവർ സ്വീകരിച്ചില്ല. അവർക്കതിൽ കുറ്റമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശുപാർശ പറഞ്ഞത് മാത്രമാണ്. അതുപോലെ ബരീറ അവർക്ക് വന്നു കിട്ടിയ ഒരു സദഖ ഉണ്ടായിരുന്നു. സദഖ
അതവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ കൊടുത്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു സ്വീകരിക്കുകയില്ല? സദഖ സ്വീകരിക്കുകയില്ല. സക്കാത്ത് അതുപോലെ സാധുക്കളാണ് എന്ന നിലക്ക് കൊടുക്കുന്ന സദഖ ഇത് നബി കുടുംബത്തിന് പറ്റുകയില്ല. ഹദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കും, സമ്മാനം സ്വീകരിക്കും. അപ്പോൾ ബരീറക്ക് കിട്ടിയ സദഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ബരീറക്ക് സദഖയായി കിട്ടിയ ഒരു ചെറിയ ഭക്ഷണ പദാർത്ഥം മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് എടുത്തോളൂ, കാരണം അത് ബരീറക്ക് സദഖയാണ്, നമുക്കത് ഹദിയാണ്, ബരീറ ഹദിയ നൽകിയതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇങ്ങനെ പല സംഭവങ്ങൾ ബരീറ റളിയല്ലാഹു അൻഹ അവരുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അവരുടെ ഉടമസ്ഥർ അങ്ങനെ ഒരു തെറ്റായ നിബന്ധന വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി അത് തെറ്റാണെന്ന് പറയുകയുണ്ടായി. എന്നാലാകട്ടെ അവരുടെ പേര് പറഞ്ഞതുമില്ല. മാ ബാലു അഖ്വാം, എന്താണ് ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശൈലിയായിരുന്നു. അപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആൾ വസ്ത്രം ഉടുക്കാതെ കുളിച്ചതുമായി ബന്ധപ്പെട്ട ഹദീസിൽ അള്ളാഹുവിൻ്റെ ഹൈ എന്ന പേര് വന്നിരിക്കുന്നു. രണ്ടാമത്തെ ഹദീസ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഹദീസായിരിക്കും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. قال رسول الله صلى الله عليه وسلم إن ربكم تبارك وتعالى حي كريم يستحي من عبده إذا رفع يديه إليه أن يردهما صفرا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീമുൻ, നിങ്ങളുടെ റബ്ബായ അള്ളാഹു അവൻ ലജ്ജയുള്ളവനാണ്, കരീമുൻ അവൻ അത്യുദാരനാണ്, അങ്ങേയറ്റം ഉദാരനാണവൻ. യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ യദഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ, തൻ്റെ ഒരടിമ തന്നിലേക്ക് ഇരു കൈകൾ ഉയർത്തിയാൽ ഒന്നും കൊടുക്കാതെ സിഫ്റായി ശൂന്യമായി ആ കൈകളെ മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു നിങ്ങളുടെ റബ്ബ് അവൻ അത്യുദാരനാണ്, അവൻ ലജ്ജയുള്ളവനാണ്. തൻ്റെ അടിമ തന്നിലേക്ക് ഇരു കൈകൾ ഉയർത്തിയാൽ ഒന്നും കൊടുക്കാതെ മടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ലജ്ജിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കുക, ഹദീസിൽ അള്ളാഹു ഹയ്യാണ്, അവൻ ലജ്ജയുള്ളവനാണ് എന്ന് വന്നിരിക്കുന്നു. എന്താണ് അള്ളാഹുവിൻ്റെ ഹയ എന്നാൽ? അള്ളാഹുവിൻ്റെ ലജ്ജ എന്നാൽ അതവൻ്റെ സിഫത്താണ്, അവൻ്റെ വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ അറിവ് പോലെ, അവൻ്റെ ഇൽമു പോലെ, അവൻ്റെ സമഅ പോലെ, അവൻ്റെ കേൾവി പോലെ, അവൻ്റെ ബസർ, അവൻ്റെ കാഴ്ച പോലെ, അവൻ്റെ ഖുവത്ത് പോലെ, അവൻ്റെ ശക്തി പോലെ, അവൻ്റെ അഫു, അവൻ്റെ മാപ്പ് പോലെ, ഈ എല്ലാ സിഫത്തുകളുടെയും പ്രത്യേകത എന്താണ്? അതെല്ലാം അള്ളാഹുവിന് യോജിച്ച, അവൻ്റെ പരിപൂർണതയ്ക്ക് യോജിച്ച വിശേഷണങ്ങളാണ്. ഒന്നും തന്നെ സൃഷ്ടികളുടെ ഇതുപോലെയല്ല. സൃഷ്ടികളുടെ വിശേഷണങ്ങളെല്ലാം സൃഷ്ടികളുടെ ന്യൂനതയ്ക്ക് യോജിച്ച വിശേഷണങ്ങളാണ്. അവരുടെ കുറവിനും അവരുടെ ന്യൂനതക്കും യോജിച്ച വിശേഷണങ്ങളാണ് സൃഷ്ടികളുടെ വിശേഷണങ്ങളെല്ലാം. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാകട്ടെ അതെല്ലാം അവൻ്റെ പരിപൂർണതയ്ക്ക് യോജിച്ച പരിപൂർണമായ വിശേഷണങ്ങളാണ്. അതൊന്നും ഒരു നിലക്കും സൃഷ്ടിയുടേതുപോലെയല്ല, അത് അള്ളാഹുവിന് യോജിച്ച വിശേഷണങ്ങളാണ്. അതുപോലെയാണ് അള്ളാഹുവിൻ്റെ ഹയ, അള്ളാഹുവിൻ്റെ ലജ്ജ എന്നത്. അതൊരിക്കലും സൃഷ്ടികളുടേത് പോലെയല്ല. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. അള്ളാഹു ഒരു ഉദാഹരണം പറയാൻ ലജ്ജിക്കുകയില്ല. അത് ഒരു കൊതുകിൻ്റെ ഉദാഹരണമോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഉദാഹരണമോ ആകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറയാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. അള്ളാഹു ഖുർആനിൽ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എട്ടുകാലിയുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. മസലുൽ ലദീന ഇത്തഖദു മിൻ ദൂനില്ലാഹി അൻദാദൻ, അള്ളാഹുവിന് പുറമെ ഉള്ളവരോട് വിളിച്ചു തേടുന്നവരുടെ ഉദാഹരണം കമസലിൽ അൻകബൂത്ത് ഇത്തഖദത് ബൈത വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. ചിലന്തിയുടെ പോലെയാണ് അവരുടെ ഉദാഹരണം. അതൊരു വീടുണ്ടാക്കി, അത് ഏറ്റവും ദുർബലമായ വീടാണ്. അതുപോലെ അവർ അവലംബിച്ചിരിക്കുന്നത് ദുർബലമായ അവലംബമാണ് അവരുടെ അവലംബം. അള്ളാഹുലല്ല അവർ അവലംബിച്ചിട്ടുള്ളത്.
അതുപോലുള്ള ഉദാഹരണങ്ങൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മുശ്രിക്കുകൾ ചോദിച്ചു, ഇതെന്താണ് ഖുർആനിൽ ഇങ്ങനെ ജന്തുക്കളുടെ പേരുകളൊക്കെ? അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് തഫ്സീറുകളിൽ കാണാം. അള്ളാഹു ഒരു കൊതുകിൻ്റെയോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളതിൻ്റെയോ ഉദാഹരണം പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചതാണ്. അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ ഹുവ ജാലിസുൻ ഫിൽ മസ്ജിദ് വന്നാസു മഅഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഇരിക്കുകയാണ്, വന്നാസു മഅഹു, കൂടെ ജനങ്ങളുമുണ്ട്. ഇദ് അഖ്ബല സലാസതു നഫർ, അപ്പോൾ 3 പേർ അവിടേക്ക് വന്നു. ഫഅഖ്ബല ഇസ്നാനി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 പേർ ആ മജ്ലിസ് കണ്ടപ്പോൾ മുന്നോട്ടേക്ക് തന്നെ വന്നു. മജ്ലിസ് കണ്ടപ്പോൾ അവർ മുന്നിലേക്ക് വന്നു. വദഹബ വാഹിദ്, ഒരാളാകട്ടെ പിരിഞ്ഞു പോയി കളഞ്ഞു, അവിടെ ഇരുന്നില്ല. ഖാല ഫവഖഫ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 പേരും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ നിന്നു. ഫഅമ്മ അഹദുഹുമാ ഫറആ ഫുർജതൻ ഫിൽ ഹൽഖ ഫജലസ ഫിഹാ, അതിലൊരാൾ ഒരു വിടവ് ആ മജ്ലിസിൽ കണ്ടപ്പോൾ അവിടെ ഇരുന്നു. വഅമ്മൽ ആഖർ, മറ്റൊരാളാകട്ടെ ഫജലസ ഖൽഫഹും, ആ മജ്ലിസിന്റെ പിന്നിലിരുന്നു, അതിന്റെ അവസാനത്തിലിരുന്നു. വഅമ്മ സാലിസ്, മൂന്നാമത്തെ ആൾ നേരത്തെ പറഞ്ഞതുപോലെ ഫഅദ്ബറ ദാഹിബൻ, അയാൾ പിന്തിരിഞ്ഞു പോയി കളഞ്ഞു. ഫലമ്മ ഫറഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരം അവസാനിച്ചപ്പോൾ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും അലൻ നഫരി സലാസ, 3 പേരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അമ്മ അഹദുഹും, അതിലൊരാൾ ഫആവ ഇലല്ലാഹ് ഫആവാഹു ഇലൈഹി, അവൻ അള്ളാഹുവിലേക്ക് അഭയം തേടി, അപ്പോൾ അള്ളാഹു അവൻ അഭയം നൽകി. വഅമ്മൽ ആഖർ, മറ്റൊരാൾ ഫസ്തഹ്യാ മിനല്ലാഹ്, അള്ളാഹുവിനോട് ലജ്ജ അവൻ പാലിച്ചു. ഫസ്തഹ്യ അല്ലാഹു മിൻ, അള്ളാഹു അവനോടും ലജ്ജ പാലിച്ചു. വഅമ്മൽ ആഖർ, എന്നാൽ മൂന്നാമത്തെ ആൾ ഫഅഅറദ്, അവൻ തിരിഞ്ഞു കളഞ്ഞു. ഫഅഅറദല്ലാഹു അൻ, അള്ളാഹു അവനിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പേരെ കുറിച്ച് പറയുകയുണ്ടായി. നോക്കൂ, ഇതുപോലെ ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, അള്ളാഹു സത്യം പറയാൻ ലജ്ജിക്കുകയില്ല, അള്ളാഹു സത്യം പറയാൻ ലജ്ജിക്കുകയില്ല. അള്ളാഹുവിന് ലജ്ജ എന്ന സിഫത്തുണ്ട് എന്ന് അതിൽ സൂചനയുണ്ട്. സൂറത്തു അൽ അഹ്സാബിലായത്താണത്. ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ള മര്യാദകൾ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന ആയത്താണ്. ഹിജാബിന്റെ ആയത്ത് അതാണ് എന്ന് ഹദീസുകളിൽ കാണാം. ആയത്തോടെയാണ് ഹിജാബ് നിർബന്ധമായത്. അതിനു മുമ്പ് സ്ത്രീകളും പുരുഷന്മാരും ഹിജാബ് ഇല്ലാതെ ഇടപെട്ടിരുന്നു. അള്ളാഹു ഈ ദീനിന്റെ നിയമങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, ആളുകളുടെ ശാരീരികാവസ്ഥക്കും മാനസികാവസ്ഥക്കുമൊക്കെ അനുയോജ്യമായ രൂപത്തിൽ. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും, ഓ മുഅ്മിനുകളെ, നിങ്ങൾ നബിയുടെ വീട്ടിലേക്ക് അനുവാദമില്ലാതെ കയറരുത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തആമിൻ ഗൈറ നാദിരീന ഇനാഹ്, നിങ്ങൾ അനുവാദം കിട്ടിയാൽ മാത്രം കയറുക, അല്ലാതെ എന്ത് ചെയ്യരുത്, ഭക്ഷണം ഉണ്ടാകുന്നത് നോക്കി അവിടെ ഇരിക്കരുത്. വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലു, മറിച്ച് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ കയറുക. ഫൈദാ തഅംതും ഫന്തശിറു, ഭക്ഷണം കഴിച്ചാൽ വേഗം പിരിഞ്ഞു പോകുക. വലാ മുസ്തഅനിസീന ലിഹദീസ്, വർത്താനം പറഞ്ഞ അവിടെ ഇങ്ങനെ ഇരിക്കരുത്. ഇന്ന ദാലികും കാന യുദിൻ നബി, അത് നബിക്ക് പ്രയാസം ഉണ്ടാക്കുന്നു. ഫയസ്തഹി മിൻകും, എന്നാൽ അവിടുന്ന് നിങ്ങളോട് അത് പറയാൻ ലജ്ജിക്കുന്നു. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, അള്ളാഹു ഹക്ക് പറയാൻ ലജ്ജിക്കുകയില്ല. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്. എന്നിട്ടാണ് അള്ളാഹു വഇദാ സഅൽതുമുഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, നിങ്ങൾ നബിയുടെ ഭാര്യമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്ന് അവരോട് ചോദിക്കുക. ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ, നിങ്ങളുടെ ഹൃദയങ്ങളും അവരുടെ ഹൃദയങ്ങളും ഏറ്റവും ശുദ്ധമായിരിക്കാൻ, അതിൽ മ്ലേച്ഛതകളും മോശമായ ചിന്തകളും കയറി അത് മലിനമാകാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. ആയത്തിൽ നോക്കൂ നിങ്ങൾ, അള്ളാഹു പറഞ്ഞത് വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, അള്ളാഹു സത്യം പറയാൻ ലജ്ജിക്കുകയില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന മഹദിയായ സഹാബി വനിത, അവർ സ്ത്രീകളുടെ അവർക്ക് മാത്രം ബാധകമാകുന്ന ഒരു കാര്യം, അവർക്ക് പൊതുവെ അവർ പറയാൻ ലജ്ജിക്കുന്ന
ഒരു കാര്യത്തെക്കുറിച്ച്, അവരുടെ സ്ഖലനത്തെക്കുറിച്ച് ചോദിക്കാൻ വന്ന ഹദീസുണ്ട്. സഹീഹ് മുസ്ലിമിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പല തവണ വിശദീകരിച്ച ഹദീസാണ്. അത് ചോദിക്കുന്നതിന് മുമ്പ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് കാണാം, യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു ഹഖ് പറയാൻ ലജ്ജിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ സംശയം ചോദിക്കുന്നത്. കാരണം അത് ആ ചോദ്യത്തിനുള്ള ഒരു മുഖവുരയാണ്. ആ വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചില ഹദീസുകളിൽ ഉപയോഗിച്ചത് കാണാം. അതുപോലെ ജനങ്ങൾ പൊതുവെ ലജ്ജിച്ചേക്കാവുന്ന ഒരു കാര്യം പറയാൻ. അപ്പോൾ നമുക്ക് അതിലെല്ലാം അള്ളാഹുവിന് ഹയാ എന്ന സിഫത്തുണ്ട് എന്ന സൂചനയുണ്ട്. അതുകൊണ്ടാണ് സത്യം പറയാൻ അള്ളാഹു ലജ്ജിക്കുകയില്ല എന്ന് പറയുന്നത്. അള്ളാഹു അവൻ്റെ അടിമയോട് പാലിക്കുന്ന ലജ്ജ എന്നാൽ അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്, അത്ഭുതകരമായ കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വഅമ്മാ ഹയാതു റബ്ബി തആല മിൻ അബ്ദിഹി فذاك نوع آخر لا تدركه الأفهام ولا تكيفه العقول فإنه حياء كرم وبر وجود وجلال. അള്ളാഹു അവൻ്റെ അടിമയോട് പാലിക്കുന്ന ലജ്ജ എന്നാൽ അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ബുദ്ധിയിൽ ഉരുത്തിരിച്ചെടുക്കാൻ സാധിക്കാത്ത, എങ്ങനെയെന്ന് നമുക്ക് രൂപം പറയാൻ സാധിക്കാത്ത ഉന്നതമായ ഒരു ലജ്ജയാണ്. അത് ഉദാരതയുടെ ലജ്ജയാണ്, അത് നന്മയുടെ ലജ്ജയാണ്, അത് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ, അവൻ്റെ മഹത്വത്തിൻ്റെ ലജ്ജയാണത്. അതുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവനിലേക്ക് അവൻ്റെ അടിമ ഇരു കൈകൾ ഉയർത്തിയാൽ കൊടുക്കാൻ ലജ്ജിക്കുന്നു, കൊടുക്കാതിരിക്കാൻ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ആര് ലജ്ജിക്കുന്നു എന്നാണ് ഈ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ആരോട്? ദുർബലനായ ഒന്നുമല്ലാത്തവൻ്റെ അടിമയോട്. ഏത് നിമിഷവും അവനിലേക്ക്, റബ്ബിലേക്ക് ആവശ്യക്കാരനായ അവൻ്റെ അടിമയോട്. യഹ്യ ഇബ്നു മുആദ് എന്ന മുൻഗാമികളിൽപ്പെട്ട മഹാൻ അദ്ദേഹം പറഞ്ഞത് കാണാം, സുബ്ഹാന മൻ യുദ്നിബു അബ്ദുഹു വയസ്തഹി ഹുവ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാന മൻ യുദ്നിബു അബ്ദുഹു വയസ്തഹി ഹുവ. അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അടിമ പാപം ചെയ്യുന്നു, അവൻ തിന്മകളിൽ മുങ്ങുന്നു, എന്നിട്ട് അള്ളാഹു ലജ്ജിക്കും. എന്തിന്? ഇവനെ വഷളാക്കാൻ. അതുകൊണ്ടാണ് ആ രണ്ടു പേരും പല ഹദീസുകളിലും ഒരുമിച്ച് വന്നിട്ടില്ല. ഹയ്യുൻ സിത്തീറുൻ, അള്ളാഹു മറയിടുന്നവനാണ്. ഇൻഷാ അല്ലാഹ് ആ പേരിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയുടെ പാപങ്ങൾ ലോകരെ അറിയിച്ച് അവനെ വഷളാക്കുന്നില്ല. അള്ളാഹു അവനോട് ഹയാ പാലിക്കുന്നു. യാ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അടിമയാകട്ടെ അവൻ തിന്മകൾ ചെയ്യുന്നു. അതുപോലെ മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് കാണാം, മൻ ഇസ്തഹിയ മിനല്ലാഹ് ഇസ്തഹിയ അല്ലാഹു മിൻ. അള്ളാഹുവിനോട് ആരാണോ ലജ്ജ പാലിച്ചത് അവനോട് അള്ളാഹു ലജ്ജ പാലിക്കുന്നതാണ് എന്ന്. അള്ളാഹുവിൻ്റെ തിന്മകൾ ചെയ്യാൻ ഒരുവൻ ലജ്ജ പാലിച്ചാൽ അവനെ ശിക്ഷിക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നതാണ്. അള്ളാഹു പറഞ്ഞില്ലേ, മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശകർതും വആമൻതും. നിങ്ങൾ നന്ദി കാണിച്ചാൽ, നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹു എന്ത് ചെയ്യാൻ? മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശകർതും വആമൻതും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് കാണാം. നോക്കൂ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഈ ഹയാ എന്ന സിഫത്ത് അടങ്ങിയിട്ടുള്ള ഈ പേരിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. അവിടെ സുപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ പേരുകളുടെ ആസാർ, അതിൻ്റെ ഫലം, അത് അടിമകളിൽ കാണുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അള്ളാഹു മുഹ്സിനാണ്, അവൻ നന്മകൾ ചെയ്യുന്നവനാണ്. നന്മ ചെയ്യുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നു. അവൻ മാപ്പ് കൊടുക്കുന്നവനാണ്, അവൻ മാപ്പ് നൽകുന്നവരെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു മിത്റാണ്, അവൻ ഏകനാണ്, അവൻ ഒറ്റയാക്കുക, ഒറ്റ എന്നത് അവൻ ഇഷ്ടപ്പെടും. ഇങ്ങനെ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. അടിമകൾ അവർക്കൊരിക്കലും യോജിക്കാത്ത കിബ്റിൻ്റെ, അഹങ്കാരത്തിൻ്റെ, അതുപോലെ മഹാത്മ്യത്തിൻ്റെ, താൻ മഹാനാണെന്ന് നടിക്കുക, ഇതുപോലെ ഉള്ള അടിമകൾക്ക് യോജിക്കാത്ത സിഫത്തുകൾ അവരെടുത്തണിയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് അക്രമമാണ്, അതൊരിക്കലും അടിമകൾക്ക് യോജിക്കുന്നില്ല. എന്നാൽ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ പേരുകളുടെ ആധാർ, അതിൻ്റെ അനന്തര ഫലം, അത് അടിമകളിൽ കാണുന്നത് ഇഷ്ടപ്പെടുന്നു. അതുപോലെയാണ് ഹയാ എന്നത്. ഹയാ എന്നത് അള്ളാഹു അടിമകളിൽ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ലജ്ജ എന്നത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസിത്തൂന ശുഅബ. ഈമാൻ എന്നാൽ അത് 60-ൽ പരം ശാഖകളാണ്. ചില റിവായത്തുകളിൽ 70-ൽ പരം ശാഖകളാണ്. ഫഅഫ്ദലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. വഅദ്നാഹാ ഇമാത്തത്തുൽ അദാ അനിത് ത്വരീഖ്, അതിലേറ്റവും താഴെയുള്ളത് വഴിയിലെ തടസ്സം നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ എന്നത് ഈമാനിൻ്റെ ഒരു ശാഖയാണ്. ലജ്ജ ഈമാനിൻ്റെ അടയാളം, ലജ്ജയില്ലായ്മയോ നേരെ തിരിച്ചു നിഫാഖിൻ്റെ കാപട്യത്തിൻ്റെ അടയാളമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അയ്യു വൽ ഹയാഉ ശുഅബതാനി മിനൽ ഈമാൻ വൽ ബദാഉ വൽ ബയാനു ശുഅബതാനി മിനൻ നിഫാഖ്. ഒരാൾ മിതഭാഷിയാവുക, അതുപോലെ ലജ്ജ പാലിക്കുക എന്നത് ഈമാനിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഈമാനിൻ്റെ 2 ശാഖകളാണ്. വൽ ബദാഉ വൽ ബയാൻ, ബദാ എന്നാൽ എന്തും പറയാൻ ലജ്ജയില്ലാതിരിക്കുക. അശ്ലീലം പറയും, വൃത്തികേടുകൾ പറയും, തോന്നിവാസങ്ങൾ, വൃത്തികെട്ട കഥകൾ പറയും, അത് പറയാൻ ഇഷ്ടമുണ്ടാവുക. വൽ ബയാൻ, ബയാൻ എന്ന് പറഞ്ഞാൽ അസത്യം അത് വളച്ചൊടിച്ച് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നാക്കിട്ടടിക്കുക. അത് എങ്ങനെയെങ്കിലും ന്യായീകരിച്ചെടുക്കാൻ വേണ്ടി വളച്ചൊടിച്ച് വിശദീകരിച്ച് അങ്ങനെ വാക്ചാതുര്യത്തോടെ സംസാരിക്കുക. അത് എന്തിൻ്റെ അടയാളമാണ്? എന്തിൻ്റെ ശാഖയാണ്? കാപട്യത്തിൻ്റെ ശാഖ. അള്ളാഹു മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വയഖൂലു തസ്മഅ ലിഖൗലിഹിം, അവർ സംസാരിച്ചു തുടങ്ങിയാൽ നീ അവരുടെ വാക്ക് കേട്ടിരുന്നു പോകും എന്ന് അള്ളാഹു ഖുർആനിൽ മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബയാൻ എന്നത് അത് നിരുപാധികം നന്മയാണോ തിന്മയാണോ എന്ന് ചോദിച്ചാൽ, ഹക്ക് വിശദീകരിക്കാൻ വേണ്ടിയാണോ എങ്കിൽ ആ ബയാൻ അത് നല്ലതാണ്. അള്ളാഹുവിൻ്റെ നബിമാർ നിർവഹിച്ച ദൗത്യമാണ്. അവർ ജനങ്ങളെ പഠിപ്പിച്ചത് സംസാരിച്ചിട്ടാണ്, അതുപോലെ പ്രവർത്തിച്ചിട്ടുമാണ്. അവരുടെ സംസാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരങ്ങളാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അതേസമയം ബാത്തിലിന് വേണ്ടിയാണോ അർദ്ധസത്യങ്ങളാണോ ഒരുവൻ പറയുന്നത്, അതിനുവേണ്ടി അവനിങ്ങനെ തൻ്റെ വാക്ചാതുര്യവും തൻ്റെ ശബ്ദവും ഒക്കെ വിനിയോഗിക്കുകയാണോ, കാപട്യത്തിൻ്റെ അടയാളമാണത്. നസ്അലുല്ലാഹൽ ആഫിയ. ഖൈർ, ലജ്ജയിലാണ് യഥാർത്ഥത്തിൽ എല്ലാ ഖൈറുമുള്ളത്. ഒരാൾ തൻ്റെ സഹോദരനെ ലജ്ജയുടെ കാര്യത്തിൽ ഉപദേശിക്കുകയായിരുന്നു. ഒരു നാണം കുണിയായ സഹോദരനെ ഒരാൾ ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹു, അയാൾ വിട്ടേക്കും. ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, ലജ്ജ എന്നത് ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, ലജ്ജ ഖൈർ മാത്രമേ കൊണ്ടുവരൂ. അതാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്ത് ഹദീസിൽ വന്നത്? കാന അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫി ഖിദ്രിഹാ, അവിടുന്ന് തൻ്റെ ഖിദ്റിൽ കഴിയുന്ന ഒരു കന്യകയായ പെണ്ണിനേക്കാൾ ലജ്ജയുള്ളവരായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കന്യകയായ ഒരു പെണ്ണ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുകയില്ല? പഴയ കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല. വീട്ടിൽ തന്നെ അവർക്ക് പ്രത്യേകമായി ഒരുക്കിയ സ്ഥലത്താണ് അവർ കഴിയുക. അത്രയും അവർ ആളുകളിൽ നിന്ന് ലജ്ജ പാലിക്കും. എന്താ പറഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണെന്നാരും മനസ്സിലാക്കരുത്. ഏറ്റവും സുന്ദരമായ ജീവിതമാണ് അവർ ജീവിക്കുന്നത്. പിന്നെ അവർ കാണുന്ന ഒരു അന്യനായ പുരുഷൻ അവരുടെ ഭർത്താവായിരിക്കും. മനസ്സിലായില്ലേ? ഏറ്റവും മനോഹരമായ, ഏറ്റവും സ്വച്ഛമായ, ഏറ്റവും സുന്ദരമായ ജീവിതമാണ് ആ സ്ത്രീകൾ ജീവിക്കുന്നത്. അതല്ലാതെ ഇന്നത്തെ ചില വിവരദോഷികൾ പറയുന്നത് പോലെ അവർ ഒരിക്കലും കൂട്ടിലടക്കപ്പെട്ടതല്ല. പക്ഷെ അതാണ് നമ്മുടെ നാട്ടിൽ വരെ അങ്ങനെ ജീവിച്ചിരുന്ന ആളുകളുണ്ട്. എത്ര സന്തോഷത്തിലാണ് അങ്ങനെയുള്ള ഉമ്മാമാർ അവരുടെ ജീവിതം കഴിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ നാടൊട്ടാകെ അലിഞ്ഞടക്കുന്ന എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും തലയിലേറ്റിയ പെണ്ണുങ്ങളെക്കാൾ എത്രയോ മാനസിക സന്തോഷത്തിനും സുഖത്തിനുമാണ് അവർ ജീവിച്ചതും കഴിഞ്ഞതും. മനസ്സിലായില്ലേ? അല്ലാതെ ഇതെല്ലാം കൂടി തലയിലേറ്റി ആണിന് ചോദിച്ച പണിയാണോ ഇതല്ല പെണ്ണിന് ചോദിച്ച പണിയാണോ ഇത് എന്നൊന്നും നോക്കാതെ സകലതും തലയിലേറ്റി ഞാനും പുരുഷനും തുല്യനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന വിവരമില്ലാത്ത ആളുകളെ പോലെയല്ല, വിവരക്കാരാണ് ഈ പറയുന്നത്. അവനോട് സാധിക്കാത്ത ഉത്തരവാദിത്വം അവർ തലയിലേറ്റിരിക്കുകയാണ്. എന്നിട്ട് അത് പുരോഗതിയാണ് എന്ന് ആരൊക്കെയോ അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു. ചില സഹോദരങ്ങൾ ഒരു സംഭവം ഉദാഹരണമായി പറയാറുണ്ട്, ഒരു കഥ ഉദാഹരണമായി പറയാറുണ്ട്. ഒരു പെണ്ണ്, ആധുനിക കാലത്തൊരു സ്ത്രീ തൻ്റെ ചില കൂട്ടുകാരികളോട് വന്നിട്ട് പറഞ്ഞു, അയാളെ കൊണ്ട് ഞാൻ ആകെ പൊറുതിമുട്ടി, ജോലി ഭാരം എനിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല, കഴിയാത്ത ഉത്തരവാദിത്തങ്ങൾ എൻ്റെ നേരെ വെച്ച് കെട്ടുകയാണ്,
ഒരു ഇളവും ഒരു ഒഴിവും എനിക്ക് തരുന്നില്ല. അപ്പോൾ അവളുടെ ഈ രോഗം ബാധിച്ച ചില കൂട്ടുകാരികൾ പറഞ്ഞു, ആഹാ അങ്ങനെയാണോ, ഒന്നും നോക്കണ്ടില്ല, ഉടനെ നീ വിവാഹമോചനം ആവശ്യപ്പെടണം, ഡിവോഴ്സ് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞു. ഉടനെ ഈ പെണ്ണ് പറഞ്ഞത്രേ, അതിന് ഞാൻ എൻ്റെ ഭർത്താവിനെ കുറിച്ചല്ല ഈ പറയുന്നത്, ഞാൻ എൻ്റെ ബോസിനെ കുറിച്ചാണ് പറയുന്നത്, എൻ്റെ കമ്പനിയിലെ ബോസിനെ കുറിച്ചാണ് പറയുന്നത്. ഉടനെ ഈ സ്ത്രീകൾ പറഞ്ഞു, ഒക്കെ നീ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, മനസ്സിലായി, നമ്മൾ കരിയർ നല്ല മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഹിക്കണം, അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇതൊക്കെ ഇങ്ങനത്തെ പ്രയാസങ്ങൾ കണ്ട് റിസൈൻ ചെയ്താൽ എന്ത് സംഭവിക്കും? ഉടനെ ഈ പെണ്ണ് പറഞ്ഞത്രേ, കാരണം എൻ്റെ ജീവിതം അത് രണ്ടായി മുറിച്ച് അത് തകർത്ത് അതൊന്നും അല്ലാതാക്കിയാൽ യാതൊരു കുഴപ്പമില്ല. അതേസമയം ദുനിയാവിൻ്റെ ഈ തുച്ഛമായ ചില്ലറ കിട്ടാൻ വേണ്ടി ഒരുത്തൻ്റെ മുന്നിൽ അവൻ എന്ത് പറഞ്ഞാൽ അവൻ പറയുന്ന തുണി ഉടുക്കാൻ, അവൻ പറയുന്നത് പോലെ ഡ്രസ്സ് ധരിക്കാൻ യാതൊരു മടിയില്ല. അവൻ ഇത്ര മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ അത്ര മണിക്ക് പോകും, ഇത്ര മണിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര മണിക്ക് ഇറങ്ങുള്ളൂ. അയാളോട് ചോദിച്ചിട്ടല്ല അതുകൊണ്ട് പുറത്തിറങ്ങൂല. എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ അയാളോട് പെർമിഷൻ എടുക്കണം, യാതൊരു പ്രയാസമില്ല. യാ സുബ്ഹാനല്ലാഹ്, ഇത് സ്വാതന്ത്ര്യമില്ല, ഇത് അടിമത്തമാണ്, യഥാർത്ഥ അടിമത്തം, ചങ്ങലകളില്ലാത്ത അടിമത്തം. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണ് ആണിനെയും പെണ്ണിനെയും വിളിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അടിമയാവുക. അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയായാൽ അപ്പോഴാണ് നീ ജനങ്ങളുടെ പിശാചിൻ്റെ അടിമയാകുന്നതിൽ നിന്ന് മോചിതനാവുക. അള്ളാഹുവിൻ്റെ അടിമയായില്ലേ നീ പിന്നെ പിശാചിൻ്റെ അടിമയാണ്, നീ ദേഹേച്ഛയുടെ അടിമയാണ്. അതിലേക്കാണ് ഈ ആളുകൾ വലിയ സ്വാതന്ത്ര്യവും അതുപോലെ പുരോഗതിയും ഒക്കെയാണെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത്. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഒരു പെണ്ണ് ജീവിക്കുക എന്നത് അവൾക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, ഈ ലോകത്തും അതിലുപരി പരലോകത്തും ലഭിക്കുക. നമ്മൾ ആരും സ്വതന്ത്രരല്ല യഥാർത്ഥത്തിൽ. ആണും പെണ്ണും എല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ അബിദുകളാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയമങ്ങൾ ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. അപ്പോൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജയെക്കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമി നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജനങ്ങൾ പഴയകാല നബിമാരുടെ വാക്കുകളിലൊന്നായി ജനങ്ങൾക്ക് കിട്ടിയ വാക്കാണെന്ത്? ഇദാ ലം തസ്തഹി, നിനക്ക് ലജ്ജയില്ലേ, ഫസ്ന മാ ശിഅ്ത, പിന്നെ നീ തോന്നിയത് ചെയ്തോളൂ. ലജ്ജയില്ലാത്തവൻ അവൻ എന്തും ചെയ്യും. ലജ്ജ അവനെ ഷർറുകളിൽ നിന്ന് തടയും. ലജ്ജ അവനെ ഷർറുകളിൽ നിന്ന്, തിന്മയിൽ നിന്ന് തടയും. അത് സ്ത്രീകൾക്ക് അലങ്കാരമാണ്. അതുപോലെ പുരുഷന് അവനും അത് വേണ്ട സിഫത്ത് തന്നെയാണ്, അവന് വേണ്ട വിശേഷണം തന്നെയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇസ്തഹ്യു മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അള്ളാഹുവിനോട് യഥാർത്ഥ ലജ്ജ പാലിക്കുക. അള്ളാഹുവിനോട് ലജ്ജ വേണം, അശ്ലീലങ്ങൾ പറയാതിരിക്കാൻ, ചെയ്യാതിരിക്കാൻ, ഔറത്ത് വെളിപ്പെടുത്താതിരിക്കാൻ, തിന്മകൾ ചെയ്യാതിരിക്കാൻ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഹയാ എന്നത് ഒരിക്കലും നന്മ കൽപ്പിക്കാനോ തിന്മ വിരോധിക്കാനോ തടസ്സമാകരുത്. നിനക്ക് വാജിബായ ഒരു കാര്യം ചെയ്യണം, അത് ചെയ്യാൻ എന്താകരുത്? ഹയാ തടസ്സമാകരുത്, ലജ്ജ തടസ്സമാകരുത്. അത് ലജ്ജയല്ല, അത് യഥാർത്ഥത്തിൽ ആജിസാണ്, കഴിവുകേടാണ്. ദീൻ പഠിക്കേണ്ടടുത്ത് ചോദിച്ചു പഠിക്കാൻ ലജ്ജ തടസ്സമാകരുത്. പക്ഷെ ചോദിക്കുമ്പോൾ ചില മര്യാദകൾ നമുക്ക് പാലിക്കാം, നല്ല വാക്കുകൾ ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരാളെ കൊണ്ട് ചോദിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ മടിയായപ്പോൾ മിഖ്ദാദിനെ കൊണ്ട് ചോദിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള വഴികൾ സ്വീകരിക്കാം, നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ യാതൊരു വഴിയുമില്ല, ചോദിച്ചേ പറ്റുള്ളൂ, കാര്യം അറിയേണ്ടതുണ്ട് എങ്കിൽ ചോദിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അൻസാറുകളായ സ്ത്രീകളെ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചൊരിയട്ടെ, ദീൻ ചോദിച്ചു പഠിക്കാൻ അവർക്ക് ലജ്ജ തടസ്സമായില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അൻസാറുകളായ സ്ത്രീകളെ കുറിച്ച് പറയുക, ദീൻ പഠിക്കാൻ അവർക്ക് എന്തായില്ല, ലജ്ജ തടസ്സമായില്ല. അതുകൊണ്ട് സ്ത്രീകൾ അവർ ദീൻ പഠിക്കേണ്ടതുണ്ടോ, അവരവർക്ക് ഏറ്റവും യോജിച്ച ഏറ്റവും സുരക്ഷിതമായ മാർഗം ആദ്യം നോക്കുക. സ്ത്രീകളായ ആളുകളോട് ചോദിക്കാൻ, അല്ലെങ്കിൽ വിവരമുള്ള ആളുകളോട് ചോദിക്കണമെങ്കിൽ അവരുടെ ഭാര്യമാരോ സഹോദരിമാരോ ഒക്കെ വഴി ചോദിക്കാൻ. ഇങ്ങനെയുള്ള സുരക്ഷിതമായ വഴികൾ ആദ്യം നോക്കുക. അങ്ങനെ വഴികളില്ലേ, പിന്നെ തൊട്ടടുത്ത സുരക്ഷിതമായ മാർഗം ഏതാണോ, ഏറ്റവും സുരക്ഷിതമായ മാർഗം ഏതാണോ ആ വഴിക്ക് ദീൻ പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഹയ്യാണ്, അവൻ ഹയാ ഉള്ളവനാണ്. അതുപോലെ അവൻ്റെ അടിമകളിൽ ഹയാ ഉണ്ടാവുക എന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു.
രണ്ടാമത് നമ്മൾ പറഞ്ഞ അള്ളാഹുവിൻ്റെ പേര് അസ്സിത്തീർ എന്ന പേരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിൽ ഈ രണ്ടുപേരും ഒരുമിച്ച് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ വിവസ്ത്രനായി ആളുകൾക്കിടയിൽ കുളിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഇന്നല്ലാഹ അസ്സ വജൽ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ ഫഇദാ ഇഗ്തസല അഹദുകും ഫലിയസ്തതിർ. അല്ലാഹു അവൻ ലജ്ജയുള്ളവൻ, സിത്തീറാൻ, അതുപോലെ അവൻ ഏറെ മറയിട്ടു തരുന്നവനാണ്. യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ, അവൻ ലജ്ജയും മറയും ഇഷ്ടപ്പെടുന്നു. ഫഇദാ ഇഗ്തസല അഹദുകും ഫലിയസ്തതിർ, ആരാണ് കുളിക്കുന്നത് അവൻ മഹറ സ്വീകരിച്ചു കൊള്ളട്ടെ. ഈ പേരുകൾ രണ്ടും ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നൂനിയ എന്ന കവിതയിൽ പറഞ്ഞത് കാണാം. വഹുവൽ ഹയ്യു ഫലൈസ യഫ്ളഹു അബ്ദഹു ഇൻദ തജാഹുരി മിൻഹു ബിൽ ഇസ്യാനി ലകിന്നഹു യുൽഖി അലൈഹി സിത്രഹു ഫഹുവ അസ്സതീറു വസാഹിബുൽ ഗുഫ്റാനി. അല്ലാഹു അവൻ ലജ്ജയുള്ളവനാണ്. അവൻ അവൻ്റെ അടിമയെ അവൻ തിന്മ ചെയ്തു എന്നതുകൊണ്ട് അവൻ വഷളാക്കുന്നില്ല, അത് ജനങ്ങളെ അറിയിക്കുന്നില്ല. മറിച്ച് അള്ളാഹു അവൻ്റെ സിത്തർ, അവൻ്റെ മറയിട്ട് കൊടുക്കുന്നു. അവൻ സതീറാൻ, അവൻ പാപം പൊറുക്കുന്നവനാണ്. സിത്തീർ എന്നും അതുപോലെ സതീർ എന്നും രണ്ട് രൂപത്തിൽ ഈ പേര് വായിച്ച പണ്ഡിതന്മാരുണ്ട്. ചിലർ പറഞ്ഞു ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? സിത്തീർ, ഞാൻ ഇതുവരെ പറഞ്ഞതുപോലെ സിത്തീർ. ഏതുപോലെ സിദ്ദീഖ് എന്ന് സിദ്ദിഖിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. സിദ്ദ് നന്നായി സിദ്ദുള്ളവൻ, സത്യസന്ധത ഉള്ളവൻ എന്ന അർത്ഥത്തിൽ എന്തു പറയും? സിദ്ദീഖ് എന്ന് പറയും. അതുപോലെ ഏറെ നന്നായി മറയിട്ട് തരുന്നവൻ എന്ന അർത്ഥത്തിൽ എന്തു പറയും? സിത്തീർ. അതുപോലെ സതീർ എന്നുമാണ് ആ പേര് വായിക്കുക. അങ്ങനെയും അഭിപ്രായമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. സതീർ എന്നാൽ ഏതുപോലെ സമീഅ, റഹീം ഒക്കെ പോലെ രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. സതീർ, അള്ളാഹു ഏറെ മറയിട്ട് തരുന്നവനാണ്. എന്നാൽ ആളുകൾക്കിടയിൽ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ പ്രസിദ്ധമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പേരായ ആളുകൾ പറയാറുള്ളത് സറ്റാർ എന്നാണ്. സറ്റാർ. സംഗതി രണ്ടും ഒരേ അർത്ഥമാണ്. സിത്തീർ എന്ന് പറഞ്ഞാലും സതീർ എന്ന് പറഞ്ഞ സറ്റാർ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ അർത്ഥമാണ് അതിൽ ഏതാണ്ടുള്ളത്. അള്ളാഹു നന്നായി മറയിട്ട് തരുന്നവനാണ്, അവൻ മറച്ചു പിടിക്കുന്നവനാണ്, അവൻ വഷളാക്കാത്തവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ സറ്റാർ എന്ന പദം അത് അള്ളാഹുവിൻ്റെ പേരായി പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലോ വന്നിട്ടില്ല, പേരായി വന്നിട്ടില്ല, അള്ളാഹുവിൻ്റെ പേരായി വന്നിട്ടില്ല. അതേസമയം ആ പേരറിയിക്കുന്ന അർത്ഥം ശരിയാണ്, മനസ്സിലായില്ല? ആ പേരിൽ എന്താണോ അർത്ഥം അടങ്ങിയിട്ടുള്ളത് അള്ളാഹുവിനെ കുറിച്ച് അത് ശരി തന്നെയാണ്. പക്ഷെ പേരായി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സത്താർ എന്ന് വന്നിട്ടില്ല. മറിച്ച് സിത്തീർ അല്ലെങ്കിൽ സതീർ, സമീഅ, റഹീം ഒക്കെ പോലെ സതീർ അല്ലെങ്കിൽ സിത്തീർ, ഈ രണ്ടിലൊന്നും മാത്രമേ അള്ളാഹുവിൻ്റെ പേരായി വന്നിട്ടുള്ളൂ. എന്താണ് ഈ പേരിൻ്റെ അർത്ഥം? റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ മറയിട്ടു തരുന്നവനാണ്. അവൻ അവൻ്റെ അടിമകളെ അവരുടെ പാപങ്ങൾ വഷളാക്കാതെ അത് മറച്ചു പിടിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യമാണത്, അവൻ്റെ കാരുണ്യമാണത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അടിമ, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നു, അവനാകട്ടെ ഓരോ നിമിഷത്തിലും ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അള്ളാഹുലേക്ക് ആവശ്യക്കാരനാണ്, ഫഖീറാണ് റബ്ബിൻ്റെ മുന്നിൽ. എന്നാൽ അവൻ തിന്മകൾ പ്രവർത്തിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ്. ആ ശക്തി ഉപയോഗിച്ച്, റബ്ബ് കൊടുത്ത കൈ കൊണ്ട്, അള്ളാഹു കൊടുത്ത കണ്ണുകൾ കൊണ്ട്, റബ്ബ് നൽകിയ അവയവം കൊണ്ട്, അള്ളാഹു നൽകിയ ആയുസ് കൊണ്ട്, ആരോഗ്യം കൊണ്ടാണ് അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്. ആ തിന്മക്ക് പോലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് പോലും അവന് അള്ളാഹുവിനെ ധിക്കരിക്കാൻ, തിന്മ പ്രവർത്തിക്കാൻ ലജ്ജയില്ല. അള്ളാഹു ആകട്ടെ സുബ്ഹാനല്ലാഹ്, ഒരു നിലക്കും ഈ പടപ്പിന് ആവശ്യമില്ലാത്തവനാണ് അവൻ. പടപ്പിനെ കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. അള്ളാഹു പരിപൂർണ ധന്യനാണ്. അവൻ പരിപൂർണമായ ഗിന, ധന്യത അള്ളാഹുവിനുണ്ട്. അതുണ്ടായിരിക്കെ ഈ തിന്മ ചെയ്ത ഈ തോന്നിവാസിയായ അടിമയെ അള്ളാഹു അത് ആളുകൾക്കിടയിൽ വഷളാക്കാതെ അവൻ്റെ തിന്മ അള്ളാഹു മറച്ചു പിടിക്കുന്നു. അള്ളാഹു അത് ആളുകൾക്കിടയിൽ പരസ്യമാക്കി അവനെ വഷളാക്കാൻ ലജ്ജിക്കുന്നു. അള്ളാഹു അവന് മറയിട്ടു. നേരത്തെ യഹ്യ ഇബ്നു മുആദ് പറഞ്ഞ വാക്ക് ഓർക്കും നിങ്ങൾ, സുബ്ഹാന മൻ യസ്തഹി, ലജ്ജിക്കുന്ന റബ്ബ്, അവൻ
അവൻ്റെ കാര്യം എത്ര അത്ഭുതമാണ്, അവൻ്റെ പരിശുദ്ധി അത് എത്ര ഉന്നതമാണ്. അടിമ ആണ് തെറ്റുകാരൻ, പക്ഷേ ലജ്ജിക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു അതാ കാലങ്ങൾ അവനെ മറച്ചു പിടിക്കുന്നു, അവൻ്റെ ഔദാര്യമാണ്. എന്നിട്ടോ റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നീട് അവന് തൗബക്ക് അവസരം നൽകുന്നു, അവന് ഖേദം മനസ്സിലിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവൻ തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിട്ടുകൊടുക്കുന്നു. അല്ലാഹു പറഞ്ഞില്ലേ, അലം യഅലമു അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഖുദു الصദഖാതി വഅന്നല്ലാഹ ഹുവ الതവ്വാബുർ റഹീം. അവരറിഞ്ഞില്ലേ അല്ലാഹു അവൻ തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന്, അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ സദഖ സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു ഏറെ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്ന, അവർക്ക് കരുണ ചൊരിയുന്നവനാണ് എന്ന്. ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما. ആരാണ് ഒരു തിന്മ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ സ്വന്തത്തോട് അതിക്രമം ചെയ്തത്, എന്നിട്ട് അവൻ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹുവിനെ അവന് കാണാം എങ്ങനെ? ഗഫൂറായി റഹീമായി, പുറത്തു കൊടുക്കുന്ന കരുണ ചൊരിയുന്ന റബ്ബായി അവന് കാണാം. സൂറത്തു ശുറായിൽ അള്ളാഹു പറഞ്ഞു, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത് വയഅലമു മാ തഫ്അലൂൻ. അവനാണ് അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നത്, തിന്മകൾ വിട്ടുകൊടുക്കുന്നത്, അത് മാപ്പാക്കി നൽകുന്നത്. അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുകയും ചെയ്യുന്നു. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹു നമ്മളുടെ ഒരു തിന്മ മറച്ചു വെച്ചാൽ നമ്മളത് പരസ്യമാക്കാൻ പാടില്ല. അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു തിന്മ പരസ്യമാക്കുക എന്നത് ഇഷ്ടപ്പെടുന്നില്ല. എത്രത്തോളം സുബ്ഹാനല്ലാഹ് ഒരു ഹദ്ദ് കിട്ടേണ്ട തിന്മയാണ് ഒരാൾ ചെയ്തത് എന്ന് സങ്കല്പിക്കുക. ഇസ്ലാമികമായി ഒരു ശിക്ഷ, വധശിക്ഷ ലഭിക്കേണ്ട, അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുക എന്നതുപോലെയുള്ള ശിക്ഷയാണ് ഒരാൾക്ക് ലഭിക്കേണ്ടത്. മാഇസ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ അദ്ദേഹം വ്യഭിചരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് ഏറ്റു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിക്കുമ്പോഴെല്ലാം വീണ്ടും 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 ഏറ്റു പറഞ്ഞു. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയില്ലാത്തത് കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ശിക്ഷ നടപ്പാക്കാനാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചത് എന്തിനാണ്? മിണ്ടാതിരിക്കാനാണ് പ്രേരിപ്പിച്ചത്. ഓരോ തവണ വന്ന് പറയുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ചിലപ്പോൾ ചുംബിച്ചതായിരിക്കാം, നീ ചിലപ്പോൾ തൊട്ടതായിരിക്കാം എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കും. പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും തഹിർനി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു റളിയല്ലാഹു അൻഹു അർദാഹ്. പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠം എന്താണ്? യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു കൊടുത്ത കാര്യമാണ് അള്ളാഹുവിന്റെ മറ സ്വീകരിക്കലാണ്, അള്ളാഹുവിനോട് രഹസ്യമായി തൗബ ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്തിനേക്കാൾ? പറഞ്ഞ് ശിക്ഷ വാങ്ങുന്നതിനേക്കാൾ. അതേസമയം ആളുകൾക്ക് പണം കൊടുക്കാനുള്ളതോ മറ്റോ ആണെങ്കിൽ അത് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്, അത് അവരിൽ നിന്ന് പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യിക്കേണ്ടതുണ്ട്. അതേസമയം ഇങ്ങനെയുള്ള തിന്മകൾ, റബ്ബുമായി മാത്രമുള്ള തിന്മകൾ, അത് ആളുകൾ അറിയിക്കാതിരിക്കുക, അള്ളാഹുവിൻ്റെ സിത്ർ സ്വീകരിക്കുക എന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. എൻ്റെ ഉമ്മത്തിന് മുഴുവൻ അള്ളാഹുവിൻ്റെ മാപ്പ് ലഭിക്കും, അവർക്ക് പുറത്തു നൽകപ്പെടും, പരസ്യമാക്കുന്നവർക്കൊഴികെ. വഇന്ന മിനൽ മുജാഹറ, എന്താണ് ഈ പരസ്യമാക്കുക എന്നാൽ? അയ്യഅമല الرجل بالليل عملا وقد ستره الله. അവിടുന്ന് പറഞ്ഞു, പരസ്യമാക്കുക എന്നാൽ അയ്യഅമല الرجل بالليل عملا وقد ستره الله. ഒരാൾ രാത്രി ഒരു തിന്മ പ്രവർത്തിച്ചു, അള്ളാഹു അത് മറച്ചു വെച്ചിട്ടുണ്ട്, അള്ളാഹു അത് പരസ്യമാക്കിയില്ല. ഫയഖൂൽ, എന്നിട്ട് അവൻ പറയുന്നു, യാ ഫുലാൻ, അവൻ പിറ്റേന്ന് ആളുകളോട് പറയുക, അമിൽതുൽ ബാരിഹത കദാ വകദ, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ ചെയ്തു. വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു വയുസ്ബിഹു യക്ശിഫു സിതറല്ലാഹി അൻ. രാത്രി മുഴുവൻ അള്ളാഹു അവൻ്റെ തിന്മ മറച്ചു വെച്ചിട്ടുണ്ട്, അവനാകട്ടെ പരസ്യമാക്കുമ്പോൾ റബ്ബ് അവന് നൽകിയ മറ വലിച്ചു കയറുക. അവൻ സ്വയം തിന്മ പരസ്യമാക്കുന്നു. തിന്മ പരസ്യമാക്കുക എന്നത് വലിയ തെറ്റാണ്. അത് അള്ളാഹുവിൻ്റെ ശറഇനെ,
അതിനെ നിസാരമാക്കലാണ്. അതുപോലെ നല്ലവരായ മുഅ്മിനുകളെ അവരോടുള്ള ഒരു പുച്ഛവും ഇസ്ലാമിക സമൂഹത്തോടുള്ള വെല്ലുവിളിയും ഒക്കെ അതിലുണ്ട്. തിന്മ പരസ്യമാക്കി ഇങ്ങനെ നടക്കുക എന്നത് അത് അങ്ങേയറ്റം മോശമായ കാര്യം. അവർക്ക് തൗബക്ക് അവസരം കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർ നന്നാകാനുള്ള സാധ്യത രഹസ്യമായി തിന്മ ചെയ്തവരെക്കാൾ അവർക്ക് കുറവായിരിക്കും. കാരണം അവരുടെ ഖൽബ് വല്ലാതെ കടുത്തുറച്ചിട്ടുണ്ടാവും. തിന്മ ചെയ്യാൻ അത് ആളുകൾ കാണുക ചെയ്യാൻ അവന് യാതൊരു മടിയുമില്ല. അത് ജനങ്ങൾ അറിഞ്ഞാൽ അവന് യാതൊരു പ്രശ്നവുമില്ല. ഖൽബ് ആ രൂപത്തിൽ കടുത്തുറച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് രഹസ്യമായി തിന്മ ചെയ്തവരെക്കാൾ തൗബക്ക് അവസരം കുറവായിരിക്കും. എത്രയോ പൊതുവെ നമ്മളങ്ങനെ കാണുന്നവരാണ്. തോന്നിവാസികളായി പരസ്യമായി തോന്നിവാസികളായി നടന്നവർ പൊതുവെ എല്ലാ കാലത്തും അവരങ്ങനെ ഇരിക്കും. അവരിൽ നിന്ന് രക്ഷപ്പെടുന്നവർ വളരെ കുറവായിരിക്കും. മറ്റുള്ള ജനങ്ങളെ നമ്മൾ തട്ടിച്ചു നോക്കിയാൽ, മറ്റുള്ള ആളുകൾ നമ്മൾ തട്ടിച്ചു നോക്കിയാൽ ഇങ്ങനെ എല്ലാവരും വെല്ലുവിളിച്ച് നടക്കുന്ന ആളുകൾ പൊതുവെ ആ രൂപത്തിൽ തന്നെയാണ് പിന്നെ കാണുക. അല്ലെങ്കിൽ അങ്ങനെ ചാഞ്ചാടി വീണ്ടും തിന്മയിൽ പോയി ചാടുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ളവരെ നമ്മൾ കാണാറുണ്ട്. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാം. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സിത്ർ ഇഷ്ടപ്പെടുന്നു. നമ്മൾ നമ്മുടെ കാര്യം മറച്ചു വെക്കുന്നതും അതുപോലെ മറ്റുള്ളവരുടെ കാര്യം മറച്ചു വെക്കുന്നതും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തുറുല്ലാഹു അലാ അബ്ദിൻ ഫി ദുനിയ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. അല്ലാഹു ദുനിയാവിൽ ഒരുവന് അവന്റെ തിന്മ വഷളാക്കാതെ മറച്ചു പിടിച്ചിട്ടുണ്ടോ, പരലോകത്ത് അല്ലാഹു അവന് അതുപോലെ സിത്ർ നൽകുന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ നജുവയെക്കുറിച്ച്, രഹസ്യ സംഭാഷണത്തെക്കുറിച്ച് ചോദിച്ചു. അല്ലാഹു അവന്റെ മുഅ്മിനായ അടിമയും നാളെ പരലോകത്ത് നടത്തുന്ന സംഭാഷണമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, യദ്നു അഹദുകും റബ്ബിഹി ഹത്താ യദഅ കനഫഹു അലൈഹി. ഒരു അടിമയെ റബ്ബ് അവനിലേക്ക് അടുപ്പിക്കും, റബ്ബിനോട് അവൻ അടുക്കും അള്ളാഹു, എന്നിട്ട് അവന് മറയിട്ട് കൊടുക്കും. ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു അവനോട് ചോദിക്കും, അമിൽത കദ വകദ, ഇന്ന തിന്മകളൊക്കെ നീ ചെയ്തിട്ടില്ലേ? ഫയഖൂൽ നഅം, അവൻ പറയും അതെ. അള്ളാഹു പറയും, അമിൽത കദ വകദ, ഇന്നതൊക്കെ നീ ചെയ്തിട്ടില്ലേ? ഫയഖൂൽ നഅം, അവൻ പറയും അതെ. ഫയുഖർറിറുഹു, അള്ളാഹു അവനെ കൊണ്ട് അതൊക്കെ സമ്മതിപ്പിക്കും. സുമ്മ യഖൂൽ, എന്നിട്ട് അള്ളാഹു അവനോട് പറയും, ഇന്നി സതർതു അലൈക ഫിദ്ദുനിയ ഫഅന അഗ്ഫിറുഹാ ലക അൽയൗം. ദുനിയാവിൽ ഞാൻ ഇതൊക്കെ മറച്ചു വെച്ച് തന്നു, ഇതൊക്കെ ആളുകളെ അറിയിക്കാതെ നിന്നെ വഷളാക്കാതെ ഞാൻ നിന്നെ മറച്ചു പിടിച്ചു. ഇന്നാകട്ടെ ഞാൻ നിനക്കത് പുറത്തു തരികയും ചെയ്യുന്നു. ഇത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ സിത്ർ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ സിത്ർ, അള്ളാഹു നമുക്ക് മറയിട്ട് തന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അള്ളാഹുവിൻ്റെ മറ, സിത്ർ എന്നത് അവൻ്റെ വലിയ അനുഗ്രഹമാണ്, അവൻ്റെ ഔദാര്യമാണ്, അവൻ്റെ കാരുണ്യമാണ്. അത് നമ്മളായി വലിച്ചു കീറുക എന്നത് പാടില്ല. അത് തൗബക്ക് അള്ളാഹു നൽകുന്ന അവസരമാണ്. വേഗം നീ തൗബ ചെയ്യൂ. നിനക്കും നിന്റെ റബ്ബിനും ഇടയിൽ മാത്രമാണ് കാര്യം. അള്ളാഹു നമ്മെ വഷളാക്കാതിരിക്കാൻ നമ്മൾ വേഗം തൗബ ചെയ്യുകയും അതുപോലെ തിന്മ പരസ്യമാക്കാതിരിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ സിത്ർ നിലനിൽക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അള്ളാഹു നമുക്ക് നൽകിയ ഈ സിത്ർ, അള്ളാഹു നമുക്ക് നൽകിയ മറ, അത് നിലനിൽക്കാൻ നമ്മൾ ചെയ്യേണ്ട സുപ്രധാനമായ മറ്റൊരു കാര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. എന്താണിത്? മറ്റുള്ള ജനങ്ങളുടെ സിത്ർ വലിച്ചു കീറാൻ നടക്കാതിരിക്കുക, ആളുകളുടെ രഹസ്യമായ ന്യൂനതകൾ അന്വേഷിച്ചു പോകാതിരിക്കുക എന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രവർത്തനം ഏതാണോ അതുപോലെയാണ് പ്രതിഫലം ലഭിക്കുക. കമാ തദീനു തുദാൻ, നീ എങ്ങനെയായിരിക്കും ആളുകളോട്, നീ എങ്ങനെയാണ് മറ്റുള്ളവരോട്, നിന്റെ ഖൽബിൽ എന്താണ് നീ ആളുകളെ കുറിച്ച് ചിന്തിക്കുക, അതുപോലെ തന്നെ നിന്നെ കുറിച്ച് ആളുകൾ ചിന്തിക്കുക. ഒരു സംശയവും അതേക്കുറിച്ച് വേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ബർസ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു ലാ തഗ്താബുൽ മുസ്ലിമീൻ. നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ചവരെ, ഹൃദയത്തിൽ ഈമാൻ കയറാത്തവരെ, അതാരാണ്? നിഫാഖുള്ളവരാണ്, കാപട്യമുള്ളിൽ കയറിയവരാണ്. ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ കുറിച്ച് പരദൂഷണം പറയാൻ നടക്കരുത്. വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ ന്യൂനതകൾ അതിനു പിന്നാലെ നിങ്ങൾ പോകരുത്, അത് അന്വേഷിക്കരുത്. ഫഇന്നഹു മൻ യത്തബിഉ ഔറാതിഹിം, ആരാണോ മുസ്ലിമീങ്ങളുടെ ന്യൂനതകൾ അന്വേഷിച്ചു പോകുന്നവൻ, അതിന് പിന്നാലെ പോകുന്നവൻ, യത്തബിഉ അല്ലാഹു ഔറതഹു. സുബ്ഹാനല്ലാഹ്,
അള്ളാഹു അവൻ്റെ ന്യൂനതകൾ അത് അള്ളാഹു റബ്ബുൽ ആലമീൻ അതിൻ്റെ പിന്നാലെ പോകുന്നതാണ്. വമൻ യത്തബിഇല്ലാഹു ഔറതഹു യഫ്ദഹു ഫീ ബൈതിഹി. അള്ളാഹു ഒരുവൻ്റെ കുറവുകൾക്ക് പിന്നാലെ പോയാൽ അവൻ വീട്ടിനകത്ത്, സ്വന്തം വീട്ടിനകത്താണുള്ളതെങ്കിൽ പോലും അള്ളാഹു അവനെ വഷളാക്കും. അള്ളാഹു അവനെ വഷളാക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു അവൻ്റെ സിത്ർ നമുക്ക് നൽകുമാറാകട്ടെ. അത് നമ്മൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിച്ചു പോകാതിരിക്കുക എന്നത്. സലാമത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയിട്ടുണ്ടോ അതിലിങ്ങനെ പോവുക. രാവിലെയും വൈകുന്നേരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താറുണ്ടായിരുന്ന ദുആണ്, അവിടുന്ന് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന് സഹാബി പറഞ്ഞ ദുആണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വദുനിയായ വഅഹ്ലി വമാലി. ബാക്കി എന്താണ്? അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റവാഅതി. അല്ലാഹുമ്മ അസ്തുർ ഔറാതി. അല്ലാഹു എൻ്റെ ഔറത്തുകൾ നീ മറച്ചു വെക്കണമേ. എന്താണ് ഔറത്ത്? നമ്മുടെ ഔറത്ത്, നമ്മുടെ നഗ്നത അതിൽ ഉൾപ്പെട്ടു. അതുപോലെ നമ്മുടെ കുറവുകൾ അതിൽ ഉൾപ്പെട്ടു. അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റവാഅതി. ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നീ എനിക്ക് നിർഭയത്വം നൽകണമേ. പണ്ഡിതന്മാർ പറയുന്നത് കാണാം. നമ്മൾ മറക്കാതെ ചൊല്ലേണ്ട ദുആ, നമ്മുടെ സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ദുആണിത്. കാരണം അവരുടെ ഔറത്ത് എങ്ങനെയെങ്കിലും വെളിവാക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അവരുടെ ശത്രുക്കൾ, പിശാചിൻ്റെ അനുയായികൾ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഈ കാലത്ത് റബ്ബേ ഔറത്ത് അത് വെളിവാക്കാതെ സൂക്ഷിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ എന്ന അള്ളാഹുവിനുള്ള ദുആണ്. അള്ളാഹു അത് മറച്ചു പിടിച്ച് തരണം. അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റവാഅതി എന്ന ദുആ, അത് ഈ ദുആ രാവിലെയും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആഇൻ്റെ ഭാഗമാണ്. അത് നന്നായി സാധാരണ ദിനേന ചൊല്ലുന്ന, പതിവായി ചൊല്ലുന്ന ദുആകൾ അതിന് പൊതുവെ അത് ചൊല്ലുമ്പോൾ നമുക്ക് പറ്റാറുള്ള, പൊതുവെ ആളുകൾക്ക് സംഭവിക്കാറുള്ളൊരു അബദ്ധമാണ്. അത് യാന്ത്രികമായി പോകുമെന്നത്. ശ്രദ്ധയില്ലാതെ പറഞ്ഞു പോകും. ശ്രദ്ധയോടെ പറയാൻ ശ്രമിക്കുക. ശ്രദ്ധ ലഭിക്കാൻ വേണമെങ്കിൽ ചില സന്ദർഭത്തിൽ നമുക്ക് അതിൻ്റെ തർത്തീബൊക്കെ ഒന്ന് നമുക്ക് മാറ്റാം. മനസ്സിലായില്ലേ? രാവിലെ പറയേണ്ട പല ദുആകളുണ്ടാവും. നമ്മളെപ്പോഴും ചിലപ്പോൾ ഒരു തർത്തീബിലായിരിക്കും പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക സയ്യിദുൽ ഇസ്ലാം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ ദുആ ചൊല്ലുന്നുണ്ടാവുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. ഒരു ദിവസം എന്ത് ചെയ്യുക? ഈ ദുആ ആദ്യം ചൊല്ലുക, അതിനുശേഷം അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് ചൊല്ലുക. അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ശ്രദ്ധ ഉണ്ടാകും. മനസ്സിലായില്ലേ? തർത്തീബ് മാറിയാൽ പൊതുവെ നമുക്ക് എന്ത് സംഭവിക്കും? ശ്രദ്ധ ഉണ്ടാകും. അത് ഇന്നതാണ് ആദ്യം ചൊല്ലേണ്ടത് എന്നില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ കൂടുതൽ ലഭിക്കാൻ സഹായിക്കും. അതിൻ്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഫദ്ൽ കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളും ന്യൂനതകളും മറച്ചു വെക്കുകയും പരലോകത്ത് നമുക്കത് പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اغفر لحينا وميتنا شاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.